പത്രവാർത്ത കേട്ടാണ് ഈ വിവരം അറിഞ്ഞതെന്നാണ് നമ്മുടെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നത്. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ഒരു സങ്കടം തോന്നി കേട്ടോ. രണ്ടാമത്തെ വലിയ പാർട്ടിയല്ലയോ, നയപരമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുമ്പോൾ, ഒരു പ്രധാന നിശ്ചയം വരുമ്പോഴേ അതൊന്ന് പറയണ്ടായോ? ശിവൻകുട്ടി മന്ത്രി അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഒന്നുകിൽ ഫോൺ വിളിച്ചൊന്ന് പറയുക. ബിനോയ് വിശ്വം സമപ്രായക്കാരാണല്ലോ, നല്ല സുഹൃത്തുക്കളാണല്ലോ, ഒന്ന് ഫോണിൽ പറഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ. കുറഞ്ഞ പക്ഷം വാട്സാപ്പിലൊരു മെസ്സേജെങ്കിലും ഇടാമായിരുന്നു. ശിവൻകുട്ടി മന്ത്രി അത് ചെയ്തില്ല. അത് വലിയ കഷ്ടമായി പോയി. പിന്നെ ബിനോയ് വിശ്വം പറയുന്നത് ശരിയാകട്ടോ, ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇത് BJPയുടെ വിദ്യാഭ്യാസ നയം നടപ്പാക്കാനുള്ള ഒരു കുറുക്കുവഴിയാണെന്നുള്ളത്. അതിനെ എതിർക്കണം, എതിർത്ത് തോൽപ്പിക്കണം. ഇപ്പൊ തമിഴ്നാടൊക്കെ അതിശക്തമായിട്ട് ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുക. അവർ കോടതിയിൽ പോയിരിക്കുകയാണ്. അവരിത് നടപ്പാക്കില്ല എന്നാണ് പറയുന്നത്. ഈ പണം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ ഹിന്ദുത്വ ശക്തികൾക്ക് അടിയറവ് പറയാൻ ഒരുക്കമല്ല എന്ന് സ്റ്റാലിൻ പറഞ്ഞിരിക്കുക.